ഏതൊരാൾക്കും ഇപ്പോൾ സോളാർ സ്വന്തമാക്കാം. അതിനുവേണ്ടി നേരത്തെ ചെയ്തിരുന്നത് പോലെ ഒന്നിച്ച് പണമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒട്ടുമിക്ക ബാങ്കുകളിൽ നിന്നും വളരെ തുച്ഛമായ ഇൻട്രസ്റ്റ് റേറ്റിൽ EMI വ്യവസ്ഥയിൽ നമുക്ക് സോളാർ വെക്കാനായിട്ട് ലോൺ കിട്ടും. ഈ സോളാറിൻ്റെ ലോണിനെ 2 പ്രൊഡക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് 1 എന്നും ഒന്ന് പ്രൊഡക്റ്റ് 2 എന്നും. ഈ പ്രൊഡക്റ്റ് 1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ 3 kW വരെയുള്ള സോളാറിൻ്റെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ വരെ സോളാറിന് വേണ്ടി EMI വ്യവസ്ഥയിൽ ലോൺ കിട്ടും. ഇതിന് വെറും 7% മാത്രമാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. 1 ലക്ഷം രൂപയ്ക്ക് 1200 രൂപ വെച്ച് മാത്രമേ ഇതിന് അടവ് വരുന്നുള്ളൂ. ഇതിന് 10 വർഷത്തെ കാലാവധിയുണ്ട്. ഈ സോളാറിൻ്റെ ലോണിന് 10 വർഷത്തെ കാലാവധിയുണ്ട്. 10 വർഷം കൊണ്ട് നമ്മുടെ ഈ സോളാറിൻ്റെ ലോണ് ക്ലോസ് ചെയ്താൽ മതി. 60 വയസ്സിൽ താഴെയുള്ള 700-ന് മുകളിൽ സിബിൽ സ്കോറുള്ള ഏതൊരു റെസിഡൻഷ്യൽ മീറ്റർ ഓണർക്കും ഈ സോളാറിൻ്റെ ലോണിന് വേണ്ടി അപേക്ഷിക്കാം. സോളാറിൻ്റെ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നയാൾക്ക് 65 വയസ്സുണ്ടെങ്കിൽ സോളാറിൻ്റെ മാക്സിമം നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കാലാവധി കിട്ടുക 5 വർഷമാണ്. അതായത് 70 വയസ്സിനുള്ളിൽ നമ്മൾ ഈ സോളാറിൻ്റെ ലോൺ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ലോണിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 90% വരെ സോളാറിന് വേണ്ടി ലോൺ കിട്ടും. ബാക്കി 10% മാത്രം കസ്റ്റമർ പേ ചെയ്താൽ മതിയാവും. ഇതിന് പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്രോസസ്സിംഗ് ഫീസ് ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഇൻകം ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു സോളാർ ലോണിൻ്റെ ഹൈലൈറ്റ്. ഇനി നമ്മുടെ പ്രോഡക്റ്റ് 2 വരുമ്പോൾ അത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ 3 kW മുകളിലോ സോളാറിൻ്റെ പ്ലാന്റ് ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് 2 വരുന്നത്. പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 80% നമുക്ക് ഇതിൻ്റെ മാക്സിമം കിട്ടുക. പ്രൊഡക്റ്റ് 1-ൽ നിന്നും വ്യത്യസ്തമായുള്ളത് ഇതിന് എന്തെങ്കിലും ഒരു ഇൻകം പ്രൂഫ് നൽകേണ്ടതുണ്ട്. അതായത് സാലറീഡ് ആണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, ബിസിനസ്സുകാരാണെങ്കിൽ ITR 2 വർഷത്തെ ITR ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റാണ് വേണ്ടത്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഏകദേശം 10 നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പെൻസ് അപ്പോൺ ബാങ്കിൻ്റെ അനുസരിച്ച് വരാറുണ്ട്. ഈ പ്രോഡക്റ്റ് 1-ൻ്റെയും പ്രോഡക്റ്റ് 2-ൻ്റെയും തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 10 വർഷമാണ്. SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാറ്റഗറിയിലുള്ള ലോണ് കിട്ടും. ഇനി നമ്മുടെ ചുറ്റുപാടും പല ബിസിനസ്സുകാരും ഉണ്ടായിരിക്കും. പലർക്കും ITR ഫയലിങ്ങോ ഒന്നും കാണുകയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സോളാറിൻ്റെ ലോണിന് വേണ്ടി ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ട്. അത് അവരുടെ 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ലോണിന് അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പം അതിൽ വരുമ്പോഴത്തേന് ഈ മറ്റുള്ള ബാങ്കുകൾ, ഈ പറഞ്ഞ SBI പോലെയുള്ള ബാങ്കുകളെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അവർക്കും സോളാറിൻ്റെ ലോൺ വെക്കാം. പക്ഷേ അതിന് വരുന്ന കാലാവധി തിരിച്ചടവ് കാലാവധി വരുന്നത് 5 വർഷമായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ സോളാറിൻ്റെ ലോണുകളുടെ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ ഡിമിനിഷിങ്ങിലാണുള്ളത്. ഡിമിനിഷിങ് ഇൻട്രസ്റ്റ് റേറ്റിലാണുള്ളത്. നമ്മുടെ ബാങ്കിൽ എത്രയാണോ നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കാനുള്ളത് അതിൻ്റെ മാത്രം ഇൻട്രസ്റ്റ് ബാങ്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കയ്യിലുള്ളതുപോലെ ഇപ്പം ഒരു 10,000-2,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000-3,000 രൂപ കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ അടയ്ക്കുകയും നമുക്ക് എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യാനുമായിട്ടും പറ്റും. ലോണിനെക്കുറിച്ചോ സോളാറിൻ്റെ ലോണിനെക്കുറിച്ചോ അല്ലെങ്കിൽ സോളാറിൻ്റെ ഇൻസ്റ്റലേഷനെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.